എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 68 പറപ്പൂർ ഫുട്ബോൾ ക്ലബ് നേരിടുന്ന കേരള പോലീസ് ഫുട്ബോൾ ടീമിനെ കേരള പോലീസ് ഫുട്ബോൾ ടീമിന്റെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. വൺസ് അഗൈൻ കേരള പോലീസ് ഫുട്ബോൾ ടീമിന്റെ താരങ്ങളൊക്കെ നല്ല ഒത്തിണക്കത്തോടെ കളിക്കുന്നുണ്ട്. KCBക്കെതിരെ നടന്ന മത്സരം പോലെ അല്ല ഇന്നേ ദിവസം കളിച്ചുകൊണ്ടിരിക്കും. വീണ്ടും സജീഷിലേക്ക് സജീഷ് എന്തായിരുന്നാലും ഗോൾ കീപ്പർ അയാന് ഒരു മഞ്ഞ കാർഡ് ലഭിക്കുകയാണ്. മത്സരത്തിന്റെ 12ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി കിക്കായി മാറിയിരിക്കുകയാണ്. അവിടെ പെനാൽറ്റി കിക്ക് എടുക്കാൻ കേരള പോലീസ് ഫുട്ബോൾ ടീമിന് വേണ്ടി സജീഷ് എടുക്കുന്നു പെനാൽറ്റി ആൻഡ് ഗോൾ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് സജീഷ് അടിക്കുന്നു ആദ്യത്തെ ഗോൾ കേരള പോലീസ് ഫുട്ബോൾ ടീമിന് വേണ്ടി. 13ാമത്തെ മിനിറ്റ് ടാക്ടിക്കലായിട്ട് മുന്നേറിക്കൊണ്ട് തന്നെയാണ് ഒരു പെനാൽറ്റി വലത് വിങ്ങിലോട്ട് കളി മാറ്റിയിരിക്കുകയാണ്. നല്ലൊരു ലോങ് ബോൾ വരികയാണ് പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ. പക്ഷെ യാതൊന്നും സംഭവിക്കുന്നില്ല ഇത്തവണ. വീണ്ടും പറപ്പൂർ ഫുട്ബോൾ ക്ലബിന് മുന്നിട്ട് ഒരു പവർഫുൾ ഷോട്ട്. നല്ല ഒന്നാം തരം ട്രൈ തന്നെയായിരുന്നു അവിടെ. എന്തായിരുന്നാലും 40ാമത്തെ മിനിറ്റിൽ ഗോൾ കീപ്പർക്ക് പരീക്ഷണം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പറപ്പൂർ ഫുട്ബോൾ ക്ലബിന് ഇഞ്ചുറി കാരണമാണ് താരത്തിന് ഈ മത്സരത്തിൽ കളിക്കാൻ കഴിയാതെ പോകുന്നത്. വീണ്ടും അഭിനവിന്റെ പാസ്സാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും കാർഡ് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതെ പോവുകയാണ്. ഒരു സീരിയസ് ഫൗൾ പ്ലേ ആണോ എന്നൊരു സംശയമുണ്ട്. സഫാൻ മത്സരത്തിന്റെ 13ാമത്തെ മിനിറ്റിൽ സജീഷ് നേടിയ ഏക ഗോളിൽ ഇപ്പോഴും കേരള പോലീസ് ഫുട്ബോൾ ടീം ലീഡ് തുടരുകയാണ്. പറപ്പൂർ ഫുട്ബോൾ ക്ലബിന്റെ ടച്ചോടുകൂടി രണ്ടാം പകുതി ആരംഭിക്കുകയാണ്. എന്തായിരുന്നാലും ഈ മത്സരത്തിൽ ആദ്യത്തെ കോർണർ കിക്കാണ് പറപ്പൂർ ഫുട്ബോൾ ക്ലബിനെ തേടി വരുന്നത്. ഹെഡർ ചെയ്ത് ഗോൾ വലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആൻഡ് ഗോൾ നമ്പർ 1 പീയൂഷ്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പീയൂഷിലൂടെ ബ്യൂട്ടിഫുൾ ഗോൾ കണ്ടെത്തിയിരിക്കുകയാണ് പറപ്പൂർ ഫുട്ബോൾ ക്ലബ്ബ്. നല്ല എക്സിക്യൂഷൻ ആയിരുന്നു അവിടെ. പീയൂഷ് ഈസിയായി തന്നെ പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് പറപ്പൂർ ഫുട്ബോൾ ക്ലബിനെ സമനിലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വലയിലേക്ക് എത്തിക്കുന്നത് എന്ന കാര്യം നമുക്ക് കാണേണ്ടതുണ്ട്. അഖിൻ വരുന്നു, അഖിൻ മാറുന്നു, ഇപ്പോഴും ഫേക്കിംഗ് ആണ് ആൻഡ് ചെറിയ രീതിയിലാണ് പന്ത് പുറത്തേക്ക് പോകുന്നത്. നല്ല എക്സിക്യൂഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഫേക്കിങ്ങുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിന് ശേഷമാണ് നല്ലൊരു പവർ ഷോട്ട് അവിടെ വരുന്നത്. രൂപം റോയാണ് ഷോട്ട് എടുത്തത്. പന്ത് വലയിൽ വീണ്ടും വിജേഷിന്റെ ത്രോയിൻ, എനിക്കൊന്ന് ഷഹബാസിലേക്കാണ് പന്ത് എത്തിച്ചേർന്നത്. ഷഹബാസിന്റെ ത്രോയിൻ ആയിരുന്നു. കാഴ്ചയിൽ ഇരുവരും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരല്പം മാറിപ്പോവുകയാണ്. വീണ്ടും നല്ലൊരു ഓവർഹെഡ് ബോൾ നൽകാനുള്ള ശ്രമം കേരള പോലീസ് ഫുട്ബോൾ ടീം ആൻഡ് ഗോൾ. കേരള പോലീസ് ഫുട്ബോൾ ടീം അടിക്കുന്നു രണ്ടാമത്തെ ഗോൾ സജീഷിലൂടെ. തുടർച്ചയായ രണ്ടാമത്തെ ഗോളാണ് സജീഷ് നേടിയിരിക്കുന്നത് ഈ മത്സരത്തിൽ. കേരള പോലീസ് ഫുട്ബോൾ ടീമിന് അനുകൂലമായ ത്രോയിൻ ലഭിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഫസ്ട്രേഷൻ അവിടെ കാണുക. ഒരു യെല്ലോ കാർഡ് കൂടി ഇതിന് ലഭിക്കുകയാണ് അൺസ്പോർട്ടിംഗ് ബിഹേവിയറിന്റെ പേരിൽ. ഷെയ്ന് ആവശ്യമില്ലാത്തൊരു മഞ്ഞക്കാർഡാണ് ഷെയ്ൻ ഏറ്റുവാങ്ങിയത്. കേരള പോലീസ് ഫുട്ബോൾ ടീം അവർക്കെതിരെ ടാക്ടിക്കലായിട്ട് മൂവ്മെന്റ്സുകൾ നടത്തി ഗോൾ കണ്ടെത്തുകയാണ്. ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ച് നടത്തേണ്ട. വീണ്ടും ഷെയ്ൻ വളരെ ഫിസിക്കാലിറ്റി ആയിട്ട് പെരുമാറുകയാണ് അവിടെ. റഫറി ഇടപെടുകയാണ്. വിജേഷിന്റെ ഫ്രസ്ട്രേഷൻ നമുക്കവിടെ കാണാവുന്നതാണ്. വീണ്ടും രണ്ടാമത്തെ മഞ്ഞക്കാർഡ് ചുവപ്പ് കാർഡിലോട്ട് പോയിരിക്കുകയാണ്. 1 മിനിറ്റിൽ 2 മഞ്ഞക്കാർഡുകൾ കണ്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്നു അവിടെ ഷെയ്ൻ സാജന്. ലക്ഷ്യവും അതോടൊപ്പം തന്നെ ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. 1-നെതിരെ 2 ഗോളുകൾക്ക് കേരള പോലീസ് ഫുട്ബോൾ ടീമിന് ഈ മത്സരം വിജയിക്കാൻ കഴിയുന്നു പറപ്പൂർ ഫുട്ബോൾ ക്ലബിനെതിരെ.